ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL നിന്നുള്ള വളരെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ മേക്ക് സ്റ്റുഡിയോ നിങ്ങൾ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പിട്ട് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പായിരുന്നു RCBയുടെ അസിസ്റ്റൻറ്റ് കോച്ചായിരുന്ന സഞ്ജയ് ബാങ്കർ എന്ന ഇന്ത്യൻ ഇൻ്റർനാഷണൽ RCB വിട്ട് പഞ്ചാബ് കിങ്സിൻ്റെ കോച്ചിങ് സ്റ്റാഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ RCBയുടെ ഹെഡ് കോച്ചായിട്ട് ആൻറ്റി ഫ്ലവർ എന്ന സൗത്ത് ആഫ്രിക്കൻ താരം നേരത്തെ തന്നെ നിയമിതനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ RCBയുടെ ഹോം ഗ്രൗണ്ട്, അതായത് RCBയുടെ ട്രെയിനിങ് സെഷൻസൊക്കെ വിലയിരുത്താനും RCBയുടെ ഓപ്ഷൻ സ്ട്രാറ്റജിയൊക്കെ മെനയാനും വേണ്ടി അദ്ദേഹം നിലവിൽ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. RCBയുടെ ഹോം ഗ്രൗണ്ടായ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അദ്ദേഹം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ മാനേജ്മെൻറ്റും അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു. നമുക്കറിയാം, ഡാനിയൽ വെട്ടോർ എന്ന ന്യൂസിലാൻഡ് താരത്തിന് അല്ലെങ്കിൽ ന്യൂസിലാൻഡ് ഹെഡ് കോച്ചിന് പകരക്കാരനായിട്ടാണ് RCB ഇത്തവണ സൗത്ത് ആഫ്രിക്കയുടെ മുൻ ലെജൻഡായിട്ടുള്ള ആൻറ്റി ഫ്ലവറിനെ കൊണ്ടുവന്നിട്ടുള്ളത്. IPL മുൻ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ പരിശീലകനായിരുന്നു അദ്ദേഹം. 2021-22 അതോടൊപ്പം 2022-23 തുടർച്ചയായ 2 സീസണുകൾ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഒരു അവിശ്വസനീയ പോരാട്ടത്തിൻ്റെ പങ്കാളി തന്നെയായിരുന്നു ആൻറ്റി ഫ്ലവർ എന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ ലെജൻഡ്. അരങ്ങേറ്റ സീസണിൽ തന്നെ ലക്നൌവിനെ ക്വാർട്ടർ ഫൈനലിൽ എത്തിക്കാനും തുടർച്ചയായ 2 സീസണുകളിൽ ലക്നൌവിനെ സെമി ഫൈനൽ വരെ എത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ആ ഒരു പ്രതീക്ഷകൾ കൊണ്ട് തന്നെയായിരിക്കും ഇത്തവണ RCB മാനേജ്മെൻറ്റ് ആൻറ്റി ഫ്ലവറിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. RCBക്ക് ആ ഒരു ആദ്യ കിരീടം നേടിക്കൊടുക്കാൻ എന്തുകൊണ്ടും കെൽപ്പുള്ളൊരു പരിശീലകനെ തന്നെയാണ് നിലവിൽ ബാംഗ്ലൂർ മാനേജ്മെൻറ്റ് തങ്ങളുടെ പുതിയ അണിയറ അല്ലെങ്കിൽ പുതിയ തന്ത്രങ്ങൾ മെനയെ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു സൗത്ത് ആഫ്രിക്കൻ ഓഫ് സ്പിൻ ബോളറാണ് ആൻറ്റി ഫ്ലവർ. മുൻ സിംബാബ്വെ നാഷണൽ ടീമിനും അതോടൊപ്പം തന്നെ മുൻ ലോക ചാമ്പ്യന്മാരെ ഇംഗ്ലണ്ടിൻ്റെയും ഒക്കെ നാഷണൽ ടീമിലെ പരിശീലകനായിരുന്നു അദ്ദേഹം. 2021 അദ്ദേഹം ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഹെഡ് കോച്ചായി നിയമിതനായത്. 2009 മുതൽ 2014 വരെ ഇംഗ്ലണ്ട് നാഷണൽ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായിരുന്നു. അതോടൊപ്പം തന്നെ 1992 ഫെബ്രുവരി 23 അദ്ദേഹം സിംബാബ്വെ നാഷണൽ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായി അപ്പോയിൻ്റ് ആയപ്പെട്ടത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ കോച്ചായ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീമുകളെന്ന് പറയുന്നത്. എന്നിരുന്നാലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തവണ വമ്പൻ ടീമായി മാറാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. തങ്ങൾ ആദ്യ കിരീടം ലക്ഷ്യമിട്ടാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തവണ ഇറങ്ങുന്നത്. അതിന് മാറ്റുകൂട്ടാൻ അല്ലെങ്കിൽ അതിന് കരുത്തുകൂട്ടാനാണ് തവണ ആൻറ്റി ഫ്ലവർ എന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ ഹെഡ് കോച്ച് അല്ലെങ്കിൽ അവർക്ക് തന്ത്രങ്ങൾ മെനയാനായി എത്തുന്നത്. അപ്പോൾ കാത്തിരിക്കാം RCBയുടെ ഒരു മിന്നും പ്രകടനത്തിന് വേണ്ടിയും. അതോടൊപ്പം തന്നെ ഡിസംബർ 19 നടക്കാൻ പോകുന്ന ഓപ്ഷനിൽ RCBയുടെ മെയിൻ സ്ട്രാറ്റജി എന്തൊക്കെയായിരിക്കും, അവർ ഏതൊക്കെ താരങ്ങളെ കൂടുതലേക്ക് എത്തിക്കുമെന്ന് കാത്തിരിക്കാം. മറ്റു ടീമുകളുടെ അപ്ഡേറ്റും വരും മണിക്കൂറിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.